എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ലോ കാർബ് ഫുഡ് മെനു ആണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് മെനുവിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട് എന്ന ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പല ആപ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ആ ആപ്പിൻ്റെ പേരാണ് ക്രോണോമീറ്റർ. അപ്പോൾ നമ്മൾ ഓരോ നേരം എന്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് നമ്മളിതിൽ ഓരോന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം കാലറീസ് ഉണ്ട്, കാർബ് കണ്ടൻറ്റ് എത്ര ഉണ്ട്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കത് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ കാർബിൻ്റെ ലെവലൊക്കെ നമുക്ക് ഒരു ലിമിറ്റിൽ വെക്കാനായിട്ട് അത് സാധിക്കും. അപ്പോൾ ഈ ക്രോണോമീറ്റർ എന്ന ആപ്പ് മാത്രമല്ല, വേറെ പല ആപ്സും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ കാർബ് മാനേജർ എന്നൊരു ആപ്പ് ഉണ്ട്, പിന്നെ മൈ ഫിറ്റ്നസ് പാൽ എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ചാൽ നിങ്ങളുടെ അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ മെനുവിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. സോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിവിടെ ഞാൻ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ ടീ ആണ് കുടിക്കാറുള്ളത്. അപ്പോൾ ബട്ടർ ടീ ഇതിന് വേണ്ടിയിട്ട് 300 ml ബട്ടർ ടീ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ കുടിക്കാറുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 150 മില്ലി വെള്ളവും പിന്നെ 150 മില്ലി ഫുൾ ഫാറ്റ് മിൽക്കുമാണ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ ഇത് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലും വെള്ളവും നമ്മൾ ചേർത്തു. അതൊന്ന് ചൂടായതിന് ശേഷം ചായപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്ലേവർ വേണമെന്ന് ഉണ്ടെങ്കിൽ ഏലക്കയോ അല്ലെങ്കിൽ മസാലയോ നിങ്ങൾക്കത് ചേർക്കാം. മസാല ടീ പോലെ ആക്കാം. പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമ്മളിനി അടുത്ത് ചേർക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. സോ ഇതിൽ 25 grams ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബട്ടറിലൊക്കെ ഇതുപോലെ ആ പാക്കറ്റിൽ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ബട്ടർ അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ബട്ടറൊക്കെ മെൽറ്റായി നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ നമുക്കത് ഫിൽട്ടർ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചായ തിളച്ചു. ഇനി അത് ഫിൽട്ടർ ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു സ്വീറ്റ്നറും ഇതിലേക്ക് മധുരം നമ്മളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ മധുരം ഇടാതെ തന്നെ നമ്മൾ ഈ ബട്ടർ ടീ കുടിക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ രാവിലെ ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ ടീ കുടിച്ചാൽ ഒരു 1:30-2 മണി വരെ തീരെ വിശപ്പ് ഉണ്ടാവില്ല. കാരണം ഇത് അത്രയും ഫില്ലിംഗ് ആണ്. കാരണം ഇതിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ട്, പിന്നെ ബട്ടർ ഉണ്ട്, ആവശ്യത്തിന് ഫാറ്റും ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് കോഫിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ലഞ്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ മസാലയാണ്. വളരെ ഈസിയാണ്. അപ്പോൾ പാൻ വെച്ചു, എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു തക്കാളി, ചെറുതായിട്ട് പഴുത്ത തക്കാളി, ഒരു തക്കാളി ആഡ് ചെയ്ത് അതും നന്നായിട്ട് വഴറ്റി മസാലപ്പൊടികളെല്ലാം ഇട്ടു. അതായത് മല്ലിപ്പൊടി, മുളകിൻ്റെ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കോളിഫ്ലവർ ഈ മസാലയിലേക്ക് ചേർക്കുകയാണ്. ഇത് അത്ര വ്യത്യസ്തമായ റെസിപ്പിയല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കോളിഫ്ലവർ മസാലയാണ്. നിങ്ങൾ കോളിഫ്ലവർ ഏത് ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കാം. സാധാരണ ഞാൻ ഇങ്ങനെയാണ് കോളിഫ്ലവർ മസാല റെഡിയാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത കോളിഫ്ലവർ അതിലേക്ക് ഇട്ടു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോളിഫ്ലവർ, അതിൻ്റെ കൂടെ തന്നെ ബ്രോക്കോളിയും ചേർക്കാം. ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജും ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണ്. അപ്പോൾ റെഡ് കളർ ക്യാപ്സിക്കം ഉള്ളത് അതൊരു കുറച്ച് പീസസ് അതിലേക്ക് കൂടിയും ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് എടുക്കാം. കാരണം നമ്മൾ വെജിറ്റബിൾസ് ഇതിൽ കഴിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഫൈബർ
നമുക്ക് ധാരാളം കിട്ടുന്നത് വെജിറ്റബിൾസിൽ നിന്നാണ്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനാണ്, ഒരു ഗ്രിൽ ചിക്കനാണ്. സോ ചിക്കൻ തൈസ് വിത്ത് സ്കിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി, ബട്ടർ മെൽറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് മിക്സഡ് ഹെർബ്സും കൂടി അതിൽ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഇതിൽ നമ്മുടെ ഈ ഡയറ്റിൽ, ലോ കാർബ് ഡയറ്റിൽ പറഞ്ഞാൽ പ്രോട്ടീൻ കിട്ടാനൊരു ബെസ്റ്റ് വേ ചിക്കനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് വേ ചിക്കനാണ്. സോ ഇതിൽ ചിക്കൻ ഞാൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പാൻ ഫ്രൈയോ അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ലിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ തൈസ് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാനിൽ വെച്ചിട്ടും 2 സൈഡും ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചിക്കൻ തൈസ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 പീസ് ചിക്കൻ തൈസ് ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ തൈസ് ഇപ്പോൾ റെഡിയാണ്. ഇനി അടുത്ത് നമുക്കൊരു ചെറിയൊരു ജ്യൂസും കൂടി നമുക്ക് റെഡിയാക്കാം. കാരണം ഈ ഡയറ്റിൽ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കറി ലീവ്സ് ലെമണേഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയുടെ നീര്, പിന്നെ കറിവേപ്പില, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. കാരണം കറിവേപ്പില ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം അതിൽ ലെമൺ ജ്യൂസ് ഉണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർക്കാം. അതും ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ നാരങ്ങ നീര്, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സാധാരണ കുക്കിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. നിങ്ങൾക്ക് ഏത് സോൾട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ലീവ്സ് ലെമണേഡും ഇവിടെ റെഡിയാണ്. ഇത് കുറച്ച് അധികം തന്നെ നമ്മൾ അടിച്ചെടുത്ത് ഒരു ബോട്ടിൽ നമുക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുകയും ചെയ്യാം. വളരെ നല്ലതാണ്, കാരണം കറി ലീവ്സൊക്കെ ഉള്ള കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയാണ്. കോളിഫ്ലവർ മസാല, പിന്നെ ഗ്രിൽ ചിക്കൻ തൈസ് വിത്ത് സ്കിൻ, പിന്നെ കറി ലീവ്സ് ലെമണേഡും. ഇനി അടുത്തത് നമുക്ക് ഡിന്നറിലേക്ക് കിടക്കാം. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്, ടൊമാറ്റോ സൂപ്പാണ്. അതും വളരെ എളുപ്പം തന്നെയാണ്. ആവശ്യത്തിന് തക്കാളി, നല്ല പഴുത്ത തക്കാളിയും പിന്നെ വെളുത്തുള്ളി, ഗാർലിക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ച് പാനിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പ്, കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഒന്നുകൂടിയും പറയാം, അതിൽ വളരെ സിമ്പിളാണ്. തക്കാളിയും വെളുത്തുള്ളിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു പീസ് ബട്ടറും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ഫാറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ക്രീമും ചേർക്കാം. അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീമും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഐറ്റമും കൂടി ഉണ്ടാക്കാം. നമുക്ക് ഞാനിവിടെ ചീസ് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, മുട്ട അടിച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് മുട്ട നന്നായി അടിക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് നടുക്കിൽ ഞാൻ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് നടുക്കിൽ വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ മുട്ടയിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, കാരണം എനിക്ക് ഇങ്ങനെയാണ് സാധാരണ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും അതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ തക്കാളി, ക്യാപ്സിക്കം അല്ലെങ്കിൽ ക്യാബേജ് അതെല്ലാം ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് 2 സൈഡും കുക്കായതിന് ശേഷം നമുക്ക് നടുക്കിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിപ്പോൾ ഞാൻ സൈഡ് തിരിച്ചിടുമ്പോൾ ചെറുതായിട്ടൊന്നും മടങ്ങിപ്പോയി, അത് സാരില്ല. അപ്പം ഇതിലേക്ക് നടുക്കിൽ കുറച്ച് മൊസറല്ല ചീസും കൂടിയും വെച്ചിട്ട് ചൂടോടുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ അത് ആ ചൂടോടുകൂടി തന്നെ ആ ചീസ് അതിൽ മെൽറ്റാവും. അപ്പോൾ ഈ ഡിന്നറിൻ്റെ ഐറ്റംസ് ഇതാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ബൗള് ടൊമാറ്റോ സൂപ്പ്, പിന്നെ ചീസ് ഓംലെറ്റ്. എന്നിട്ട് നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കിയ കോളിഫ്ലവർ മസാല കുറച്ച് ബാക്കി വന്നത്, അതും കൂടി ഞാൻ ഡിന്നറിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലഞ്ചിന് എന്തെങ്കിലും തോരൻ, ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കുറച്ച് എക്സ്ട്രാ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി വരുന്ന നമുക്ക് അത് ഡിന്നറിനും എടുക്കാം. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഐറ്റംസ് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല അതിൽ. അപ്പോൾ ഇന്നത്തെ ഈ 3 ഐറ്റംസ്, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതേ സെയിം എൻ്റെ ലോ കാർബ് ഡയറ്റ് മെനു, വെജിറ്റേറിയൻ മെനു നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.